എത്ര മ്ലേച്ഛമാണ്, അശ്ലീലമാണ്, മോശമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. നമുക്കൊരാളിനോട് വ്യക്തിപരമായ എതിർപ്പുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എതിർപ്പുണ്ടാവാം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതുപക്ഷ വാളുകളിലും പിന്നെ സുഡാപ്പികളുടെ വാളുകളിലുമൊക്കെ സുരേഷ് ഗോപിയെയും BJPയെയും RSSനെയും സംഘിയെയൊക്കെ വല്ലാതെ തെറി പറയും, ചാണകം മറ്റു കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എന്തായാലും മോശമായി ഫോട്ടോഷോപ്പ് നടത്തി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വികൃതമാണ്, പ്രാകൃതമാണ്. സുരേഷ് ഗോപി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ പരിപാടിയിൽ നിരവധി ആളുകൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, പലരെയും തൊഴുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ കൂടെ നിൽക്കാനും കൈ കൊടുക്കാനും ചില ആളുകളെ ഹഗ് ചെയ്യാനും ഒക്കെ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ ജാനകി എന്ന സിനിമ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആരാധകർ കൂടും. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ ചെന്നപ്പോൾ ആളുകൾക്ക് കൈ കൊടുത്തു. അവസാനം ഒരു അമ്മൂമ്മയ്ക്കാണ് കൈ കൊടുക്കുന്നത്, ഒരു പ്രായമുള്ള അമ്മയ്ക്കാണ് കൈ കൊടുക്കുന്നത്. കൈ കൊടുത്തതിന് ശേഷം അദ്ദേഹം കേക്ക് മുറിക്കാൻ പോവുകയാണ്. പക്ഷേ കേക്ക് മുറിച്ച് കഴിക്കാൻ പോവുകയാണല്ലോ, കേക്ക് മുറിച്ചൊരു പരിപാടിയുണ്ട്. അതിനു മുമ്പേ അദ്ദേഹം കൈ ഒന്ന് കഴുകി. പക്ഷേ ഈ അമ്മൂമ്മയ്ക്ക് കൈ കൊടുക്കുന്നതും കൈ കഴുകുന്നത് മാത്രമുള്ള 2 പോസ്റ്റർ എടുത്തിട്ടിട്ട് സുരേഷ് ഗോപിയിൽ ബ്രാഹ്മണത്വം ആരോപിക്കുന്നു. സുരേഷ് ഗോപി ബ്രാഹ്മണനല്ല, ബ്രാഹ്മണത്വം ആരോപിക്കുന്നു. അദ്ദേഹം അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞതുണ്ടോ, ഈ ജന്മം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറയുന്നു. അദ്ദേഹം കൈ കഴുകിയത് എന്തോ പാതകമായിട്ട് പറയുന്നു. ഇവിടെ കോവിഡ് വന്നതിന് ശേഷം 2 പ്രാവശ്യം ഏത് കാര്യം ചെയ്താലും എന്ത് ചെയ്താലും ഷേക്ക് ഹാൻഡ് ചെയ്താലും ഒക്കെ കൈ കഴുകണമെന്ന് പഠിപ്പിക്കുന്ന നാടാണ് ഇവിടെ. ആ നാട്ടിൽ ഇങ്ങനെ അദ്ദേഹം ഭക്ഷണ പദാർത്ഥം കേക്ക് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതിലേക്കൊരു ചടങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് കൈ കഴുകിയതിന് വലിയ വാർത്തയാണ്, വലിയ പോസ്റ്റർ ഇട്ട് അതിനെ തള്ളി മറിക്കുകയാണ് ചെയ്യുന്നത്. ഒരാളിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ കയറി ഇങ്ങനെ കളിക്കാൻ കഴിയുന്നൊരു നാട് ഒരുപക്ഷെ കേരളമല്ലാതെ മറ്റൊരു സ്ഥലവും ലോകത്ത് കാണില്ല. നമ്മൾ തമിഴ്നാടിൻ്റെയോ മറ്റ് സ്റ്റേറ്റുകളുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങളൊന്നുമില്ല. ആര് മന്ത്രിയായാലും മന്ത്രിയല്ലേ, ജനാധിപത്യത്തിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ. പ്രധാനമന്ത്രിയാണെങ്കിലും രാജ്യത്തെ മന്ത്രിമാരാണെങ്കിലും പിണറായി വിജയനോട് നമുക്ക് എതിർപ്പുണ്ടെന്നോ വെച്ചിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകാതിരിക്കുമോ? അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവാകാതിരിക്കുമോ? അതുപോലെയല്ലേ കേന്ദ്രമന്ത്രി. അപ്പോൾ അദ്ദേഹം കൈ കഴുകി എന്ന് പറഞ്ഞ് ഇല്ലാത്ത 2 ഫോട്ടോകൾ ഫോട്ടോഷോപ്പ്, രണ്ടും 2 രീതിയിലാണ്. രണ്ടിനെയും കൂടി ക്ലബ്ബ് ചെയ്ത് അതിനെ മെർജ് ചെയ്ത് ഒന്ന് അമ്മൂമ്മയ്ക്ക് കൈ കൊടുക്കുന്നു, അമ്മയ്ക്ക് കൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ കൈ കഴുകുന്ന ചിത്രം കണ്ടാൽ തോന്നും ഇവർക്ക് മാത്രം കൈ കൊടുത്തിട്ട് ഓടിപ്പോയി കൈ കഴുകിയെന്ന്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും കൈ കൊടുക്കും, സുരേഷ് ഭായി കൈ കഴുകുമെന്ന്. എന്തൊരു അധമ പ്രവർത്തനമാണ് ഇതൊക്കെ ചെയ്യുന്നത്. വികലമായ മാനസിക രോഗമുള്ള മനോരോഗികളാണ്, അങ്കമാലിയിലെ പ്രധാനമന്ത്രിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ എന്ത് ചെയ്യാം, കാലത്തിൻ്റെ ഗതികേടെ ഒരു സോഷ്യൽ മീഡിയ തുറന്നു കിട്ടിയപ്പോൾ, മനുഷ്യർക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ശ്രമിച്ചാൽ എന്തുമാത്രം അശ്ലീല വീഡിയോകളാണ് വരുന്നത്, എന്തുമാത്രം പെൺകുട്ടികളാണ്, എന്തുമാത്രം സ്ത്രീകളാണ് ശരീരം പ്രദർശിപ്പിക്കാൻ വരുന്നത്, ചാറ്റ് ചെയ്യാൻ ആളുകളെ വന്നിരുന്ന് വിളിക്കുന്നത്, ലൈവ് ചാറ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആരും മോശമല്ല. സോഷ്യൽ മീഡിയയിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് നമുക്കൊരു സമൂഹമുണ്ടെന്നും അതിൽ അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളും മക്കളും ചെറുമക്കളും പേരക്കുട്ടികളും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും അടങ്ങുന്നൊരു സമൂഹമാണെന്നും അവരെല്ലാം പലപ്പോഴും പല രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ ഇതൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്നും തിരിച്ചറിയാതെ അശ്ലീലത്തിൻ്റെയും തോന്നിവാസത്തിൻ്റെയും മ്ലേച്ഛത്തരത്തിൻ്റെയും പോസ്റ്റുകൾ വരുമ്പോൾ അതിനിടയിൽ കേന്ദ്രമന്ത്രിമാരെയും തിരഞ്ഞെടുപ്പിൽ ജയിക്കപ്പെട്ട ഒരു പാർലമെൻറ്റ് MPയെയും ഒരു സിനിമാ സെലിബ്രിറ്റിയും ഒക്കെ കൂടെ അതിനകത്ത് പിടിച്ചിടുന്നത് ഒരുതരം മ്ലേച്ഛത്തരമാണ്, അശ്ലീലമാണ്.